വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യ ഭാഗത്ത് നമ്മൾ എന്താണ് ഇലക്ട്രിക് കറണ്ട്, എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്, ഇലക്ട്രിക് കറണ്ട് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽസിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നത് പറയാൻ വേണ്ടി ഒരു ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ലോയാണ് ഓംസ് ലോ. ജോർജ് സൈമൺ ഓം എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ടീച്ചറാണ് കറണ്ടിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റോ മോഷനോ ഒന്നും കൃത്യമായി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് ആയ ലോ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോ തന്നെയാണ്. ഈ ലോയാണ് ഓംസ് ലോയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഓംസ് ലോ, എന്താണ് ഓംസ് ലോ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ കണ്ടക്ടേഴ്സിലെ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടക്ടേഴ്സിലെ ചാർജ് കാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ്. ആ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാ മെറ്റീരിയൽസിലും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചില മെറ്റീരിയൽസിൽ ഫ്രീ ഇലക്ട്രോൺസും റെസ്പെക്റ്റീവ് ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ബൈൻഡിങ് വളരെ കൂടുതലായിരിക്കും. അതേസമയം മെറ്റൽസിൽ ഈ ഇലക്ട്രോൺസ് വളരെ റാൻഡമായിട്ട് ഫ്രീ ആയിട്ട് ആ മെറ്റലിൻ്റെ ഇൻസൈഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്രീ ഇലക്ട്രോൺസ് ആണ് അവിടെ കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്നത്. ഇപ്പോൾ മെറ്റൽസിൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോൺസും ഉണ്ടാവും. അതുപോലെ ഗ്യാസസ് ആണെങ്കിൽ അവിടെ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ടാവും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ കണ്ടക്ടേഴ്സിലോട്ട് നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ, മെറ്റൽസിലോട്ട് നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓംസ് ലോ ഞാനിപ്പോൾ പറയുന്നതല്ലാതെ മെറ്റൽസ് വെച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഓംസ് ലോ എന്ന് നോക്കാം. കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ provided the temperature and all other physical condition must remains constant, not change. That law is called Ohm's law. Once more, the current flowing through a conductor is directly proportional to potential difference between two ends of the conductor, provided the temperature and other physical condition such as pressure, physical strain, etc. remains constant. And that law is called Ohm's law. അങ്ങനെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കറണ്ടും വോൾട്ടേജും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ നോക്കുക, അല്ലെങ്കിൽ ഓംസ് അനുസരിച്ച് നോക്കുക. ഒരു കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടർ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. ഒരു സ്ഥലത്ത് പോസിറ്റീവ് എടുത്തു, ഒരു സ്ഥലത്ത് നെഗറ്റീവ് എടുത്തു. ബാറ്ററി കണക്ട് ചെയ്തു. ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഫ്രീ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ലോ പൊട്ടൻഷ്യൽ നിന്ന് ഹൈ പൊട്ടൻഷ്യലോട്ട് മൂവ് ചെയ്യുന്നു. കൺവെൻഷൻ കറന്റ് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെ കൺവെൻഷൻ കറന്റ് ഉണ്ടാവുമ്പോൾ ആ കറന്റ് ദാറ്റ് ഈസ് ഐ, the current flowing through the conductor is directly proportional to potential difference between two ends of the conductor. Then this is high potential, this is low potential. Then we connect a battery here, positive, negative. Then the positive and negative. Then electrons are flows from low potential to high potential, but current is from positive to negative. This is the direction of the conventional current. Then this current is directly proportional to difference of potential between two ends of the conductor, provided the temperature remains constant, the pressure remains constant, physical strain remains constant. Then V or I directly proportional to V, or V directly proportional to I. This law is called Ohm's law. Then we have a directly proportionality here. We just replace the directly proportionality with using equal to sign, and this equation becomes I is equal to, there is a constant, and constant is equal to 1 by R into V. And here there is a constant. That constant is equal to 1 by R into V, where R is called the resistance of the conductor. Where R is called the resistance of the conductor. എന്താണ് റെസിസ്റ്റൻസ് നമ്മൾ പഠിക്കണം. Then this equation is rewritten as I
is equal to V by R. I is equal to V by R. And this law is called Ohm's law. Then we can change this equation like this. V is equal to IR. And this also is known as Ohm's law. Okay. I is equal to V by R or V is equal to IR. It's called Ohm's law. അപ്പോൾ ഇതിനകത്ത് R എന്ന് പറഞ്ഞ ടേം വരുന്ന എന്താണ് R? R is called resistance. R is called resistance. ഇപ്പൊ എന്താണ് റെസിസ്റ്റൻസ് പറയാൻ പോകുന്നത്? റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ ഏറെക്കൂടെ നടന്നു പോകുന്നു. ഏറെക്കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വരുന്നു, അല്ലെങ്കിൽ ഒരു പുഴ കടന്നു പോകണം, ഒരു വെള്ളക്കെട്ട് കടന്നു പോകണം. പെട്ടെന്ന് നമ്മൾ ആ വെള്ളക്കെട്ട് കടന്നു പോകാൻ നേരത്ത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന മൂവ്മെന്റിന് ഒരു തടസ്സം, നേരത്തെ ഉണ്ടായിരുന്ന അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റൂല. അതുപോലെ ചാർജ് കണ്ടക്ടേഴ്സിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്പോസിഷൻ ഉണ്ടാവും. അതിൻ്റെ ഫ്ലോയ്ക്ക് മൂവ്മെന്റിന് ഒരു ഓപ്പോസിഷൻ ഉണ്ടാവും. ആ ഓപ്പോസിഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വാക്കെന്ന് വിളിക്കുന്നത്. ആ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രഷറും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്ട്രെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടെമ്പറേച്ചർ ചേഞ്ചസ്, പ്രഷർ ചേഞ്ചസ്, the body become material becomes strained, then this equation changes. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് കിട്ടിയ ആൻസർ ആയിരിക്കില്ല പിന്നെ കിട്ടുന്ന ആൻസർ മാറിക്കൊണ്ടേയിരിക്കും. Therefore this is not a universal law. സിറ്റുവേഷൻ മാറുമ്പോൾ ആൻസർ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റൂല, യൂണിവേഴ്സൽ ലോ ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റൂല. ആ കണ്ടീഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചാപ്റ്റർ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പഠിക്കുന്നതാണ്. ഞാൻ വീണ്ടും റെസിസ്റ്റൻസിലോട്ട് വരികയാണ്. എന്താണ് റെസിസ്റ്റൻസ്? ഞാൻ പറഞ്ഞു, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടേഴ്സിൽ കൂടെ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ കൂടെ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽസ് ഒരു ഓപ്പോസിഷൻ ചാർജിന്റെ ഫ്ലോയ്ക്ക് കൊടുക്കുന്നു. ആ ഓപ്പോസിഷനെ വിളിക്കുന്ന പേരാണെന്ത്? റെസിസ്റ്റൻസ്. അത് ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഓപ്പോസസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. ദാറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. ഒരേ ഏരിയയിലുള്ള 3 കോപ്പർ അലുമിനിയം വയർ എടുക്കുകയാണെങ്കിൽ ഇത് മൂന്ന് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് 3 തരത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ടേം എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കണം. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് നോക്കാം. ഒരു കോപ്പറിന്റെ വയർ എടുത്തു, ഇതിന്റെ ലെന്ത് എല്ലാം നോക്കും, ഇവിടെ തൊട്ട് ഇവിടെ ലെന്ത് എല്ലാം നോക്കും. കറണ്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ പാസ് ചെയ്യുന്ന കറണ്ട് കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അത് ഐ ആണെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. എന്തെങ്കിലും ഇവിടെ ഐ ഈസ് ഈക്വൽ ടു ബി ബൈ ആർ, ആർ ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? ബി ബൈ ഐ. ആർ ഈസ് ഈക്വൽ ടു ബി ബൈ ഐ എന്ന് കൊടുക്കും. റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് വോൾട്ടേജ് പെർ കറന്റ്. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് പെർ കറന്റ് എന്ന് നമ്മൾ എഴുതി. പിന്നെ റെസിസ്റ്റൻസ് നമ്മൾ അളക്കാൻ പോവുകയാണ്. ഇപ്പൊ കിട്ടിയ റെസിസ്റ്റൻസ് ആണ് ആർ ഈസ് ഈക്വൽ ടു പി ബൈ ഐ. ഇപ്പൊ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് വി, ഉള്ള കറണ്ട് ഐ. ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ഇതേ ലെന്തുള്ള ഇതേപോലത്തെ ഒരു സെക്ഷനും കൂടെ ഇവിടെ ജോയിൻ ചെയ്യാം. ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ നോക്കാം, ഞാൻ വെച്ചു ഒരു സെക്ഷൻ കൂടെ ജോയിൻ ചെയ്തിങ്ങനെ അതേ ലെന്ത്, സെയിം ലെന്ത്, മൊത്തം ലെന്ത് 2L. ഒരു സെക്ഷൻ മൊത്തം ലെന്ത്, ഈ ലെന്തും ഈ ലെന്ത് ഇതല്ല, എന്താണ് മൊത്തം ലെന്ത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 2L ലെന്ത് ഈക്വൽ 2L എന്ന്. നേരത്തെ ഉണ്ടായിരുന്ന സെയിം എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഇവിടെ പാസ് ചെയ്ത അതേ കറണ്ട് തന്നെ ഇവിടെ പാസ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെയും വേണം. ഇവിടുത്തെ നേരത്തെ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാം, വി ഈസ് ഈക്വൽ ടു IR, ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള പൊട്ടൻഷ്യൽ വി ആയിരുന്നു, അപ്പൊ അവിടെ പാസ് ചെയ്ത കറണ്ട് ആണ് ഐ. ഇതേ കറണ്ട് തന്നെ ഇവിടെ പാസ് ചെയ്യണമെങ്കിൽ ഇതേ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെയും വേണം. അപ്പൊ ഇവിടെ എത്ര വി വേണം? ഇവിടെയുള്ള അതേ വി ഇവിടെയും വേണം. അപ്പൊ ഇവിടുത്തെ വിയും ഇവിടുത്തെ വിയും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വി എന്നും ഇവിടുത്തെ ബി എന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വി ഉണ്ടാവും? 2 വി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് നോക്കാം. പാസ് ചെയ്യുന്ന കറണ്ട് സെയിം,
പുതിയ റെസിസ്റ്റൻസ് കിട്ടും. ഈ കോമ്പിനേഷൻ കിട്ടുന്ന റെസിസ്റ്റൻസിന് RC എന്ന് കൊടുത്തു. ഇപ്പോൾ ഉള്ള വോൾട്ടേജ് 2V ആണ്, കറണ്ട് I ആണ്. ഇപ്പൊ എന്ത് മനസ്സിലായി? ലെന്ത് ഡബിൾ ആയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് V/I ആയിരുന്നു. ഇപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് 2 into V/I. 2 into V/I ഉള്ള വയറിന്റെ ലെന്ത് ക്രോസ് സെക്ഷൻ ഏരിയ ഒന്നും മാറ്റാണ്ട് നേരത്തെ ഉള്ളതിന്റെ വയറിന്റെ ലെന്ത് ഇരട്ടിയാക്കിയപ്പോൾ, ഡബിൾ ആക്കിയപ്പോൾ, അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ലെന്ത് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. That is a first factor affecting resistance. The first factor എന്താണ് പറഞ്ഞിരിക്കുന്നത്? Resistance is directly proportional to length of the wire. Resistance is directly proportional to length of the wire. At a constant temperature, at a constant physical conditions, the resistance is directly proportional to length. ടെമ്പറേച്ചറും പ്രഷറൊക്കെ മാറിയാൽ മാറും. പക്ഷെ അതൊന്നും മാറ്റാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ വൈസിൽ ഒന്ന് മാറ്റം വരുത്തിയേക്കാം. ഇതിന്റെ ഏരിയ ഞാൻ രണ്ടാമത്തെ ഫിഗർ, ആദ്യത്തെ ഫിഗറുമായിരുന്നു. നമ്മളിത് കഴിഞ്ഞു. നമ്മൾ നേരത്തെയുള്ള ആദ്യം ഉണ്ട് വരച്ചതിന്റെ ഏരിയ ഇത്രയായിരുന്നു, ലെങ്ത് അത് തന്നെ. ഇനി അതിന്റെ ഏരിയ പകുതിയാക്കുന്നു. അതായത് ക്രോസ് സെക്ഷൻ ഏരിയ നേരത്തെ ഉള്ളതിന്റെ പകുതിയാക്കുന്നു. അപ്പൊ ഞാൻ താഴെ വരയ്ക്കുക. ക്രോസ് സെക്ഷൻ ഏരിയ പകുതിയാക്കി അതേപോലെ തന്നെ വരാം. അതേ ലെന്ത്, സെയിം മെറ്റീരിയൽ തന്നെ എടുത്തു. ലെന്ത് അല്ല സെയിം, ക്രോസ് കുറച്ചല്ല പകുതിയാക്കി. അപ്പൊ ഇതിന്റെ ലെന്ത് L, ഇതിന്റെ ലെന്ത് L. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇവിടെ നേരത്തെ പാസ് ചെയ്ത കറണ്ട് I, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് കൊടുത്തു. ഇവിടെ അപ്പോൾ എത്ര കറണ്ട് പാസ് ചെയ്യും? പകുതിയല്ലേ ഏരിയ ഉള്ളൂ. പകുതി ഏരിയയിലെ കറണ്ട് പോയില്ലേ? പകുതി ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ല, അല്ലെങ്കിൽ കറണ്ട് അത്ര മാത്രം നമ്മൾ കുറച്ചില്ലേ? ഏരിയ നമ്മൾ കുറച്ചില്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാം ഒരേപോലെ നമ്മൾ കൊടുക്കുന്നത്, ഒരൊറ്റ പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്. നേരത്തെ കൊടുത്ത് അത് തന്നെ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ കറണ്ട് അതൊക്കെ ചാർജ് പെർ ടൈം എടുക്കുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞത് കാരണം ആ ചാർജ് പെർ ടൈം കറണ്ട് നേരത്തെ ഉള്ളതിന്റെ പകുതി ഉണ്ടാവും. അതായത് ഇവിടുത്തെ കറണ്ട് I ആണെങ്കിൽ ഇവിടുത്തെ കറണ്ട് എത്രയായിരിക്കും? I/2 ആയിരിക്കും. ഇവിടുത്തെ കറണ്ട് I/2 ആയിരിക്കും. ഇവിടുത്തെ കറണ്ട് I ആണ്. ഓക്കെ, ഇപ്പൊ റെസിസ്റ്റൻസ് എന്ത് വരും? ഈ കോമ്പിനേഷൻ റെസിസ്റ്റൻസ് എന്ത് വരും? RC = V/I എന്ന സ്ഥാനത്ത് I/2 വരും. I നേരത്തെ I ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഡിനോമിനേറ്റർ I/2 ആയി, അല്ലെങ്കിൽ 2V/I ആയി. ഇപ്പൊ എന്ത് പറ്റും? ഇവിടെയുള്ള കറണ്ട്, ഡിനോമിനേറ്ററിലുള്ള കറണ്ട് കുറയുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പൊ RC ഇൻക്രീസ് ചെയ്തു. എപ്പോഴ്? ഏരിയ കുറച്ചപ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ കൂട്ടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയൂലേ? ഇതിന്റെ ഇരട്ടിയുള്ള ഏരിയ എടുക്കുകയാണെങ്കിൽ വീണ്ടും അതേ പൊട്ടൻഷ്യലിൽ റെസിസ്റ്റൻസ് കുറയല്ലേ ചെയ്യുന്നത്? ഏരിയ കുറച്ചപ്പോൾ റെസിസ്റ്റൻസ് കൂടി, ഏരിയ കൂട്ടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഇരട്ടിയാണെങ്കിൽ അതിനേക്കാൾ കുറവ് റെസിസ്റ്റൻസ് ആയിരിക്കും അടുത്ത് വരുന്നത്. ഓക്കെ, that is the second factor. The resistance is, റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. And R is directly proportional to 1/A or R is inversely proportional to A എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, and third factor, that is the material. മെറ്റീരിയൽ മാറുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറും. ഇതേ ലെന്തുള്ള അലുമിനിയം വയർ, അതേ ക്രോസ് സെക്ഷൻ ഏരിയയുള്ള കോപ്പർ വയർ, അതേ ക്രോസ് സെക്ഷൻ ഏരിയയുള്ള ഗോൾഡ് വയർ. പക്ഷെ ഒന്ന് അലുമിനിയം ആണ്, ഒന്ന് കോപ്പർ ആണ്, ഒന്ന് ഗോൾഡ് ആണ്. ഇപ്പൊ എന്ത് മാറി? മെറ്റീരിയൽ മാറി. മെറ്റീരിയൽ മാറുമ്പോൾ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് നമ്മൾ അളക്കുകയാണെങ്കിൽ ഒരേ ലെന്തുള്ള നിക്രോം വയർ എടുത്തു, അതേപോലെ തന്നെ കോപ്പർ വയർ എടുക്കുകയാണെങ്കിൽ കോപ്പർ വയറിന്റെ അതേ ലെന്തും അതേ ക്രോസ് സെക്ഷൻ ഏരിയയുള്ള കോപ്പർ വയർ എടുക്കുകയാണെങ്കിൽ കോപ്പർ വയറിന്റെ 60 ഇരട്ടി, 60 ടൈംസ് കൂടുതലായിരിക്കും നിക്രോമിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ എന്ത് മാറ്റം? മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ മൂന്നാമത്തെ ഫാക്ടറാണ് മെറ്റീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഫോർത്ത് ഫാക്ടർ ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുവാണ്. R is directly proportional to L,
R is inversely proportional to area. Then we have an equation. Combining these two equations are directly proportional to L by A. L into 1 by A, that is equal to L by A. Then there is a constant. R is equal to a constant. That constant is called rho into L by A. Then rho is called resistivity of the material or specific resistance of the material. Rho is called resistivity or specific resistance of the material. Or specific resistance, called resistivity or specific resistance. That is a constant. അത് 10 മീറ്റർ ലെന്തുള്ള കോപ്പറിന്റെ വയറാണെങ്കിലും 5 മീറ്റർ ലെന്തുള്ള കോപ്പറിന്റെ വയറാണെങ്കിലും അതിന്റെ റെസിസ്റ്റിവിറ്റി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഇത് കോൺസ്റ്റന്റ് ഫിസിക്കൽ കണ്ടീഷൻ ആണ്, റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം. അത് ഡയമെൻഷൻസ് മാറുന്നതനുസരിച്ച് ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി മാറില്ല. ലെന്ത് മാറുന്നതനുസരിച്ച് മാറില്ല, ഏരിയ മാറുന്നതനുസരിച്ച് മാറില്ല. പക്ഷെ ഡയമെൻഷൻസ് മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. ലെന്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻസ് മാറുമ്പോൾ റെസിസ്റ്റിവിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു മെറ്റീരിയലിന്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് റെസിസ്റ്റിവിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വാല്യൂസും അതിന്റെ ടേംസ് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓഫ് ദ ബോഡി എന്തായിരുന്നു ഓംസ് ലോയുടെ ഇക്വേഷൻ? V is equal to IR. ഇക്വേഷൻ നോക്കാം. ഒരു I is equal to V by R. അതല്ല കറക്റ്റ്? രണ്ടും കറക്റ്റാണ്. I is equal to V by R. ഇതായിരുന്നു ഓംസ് ലോ. The V is the potential difference or colloquially voltage between two ends of the conductor. R is the resistance of the conductor. Then we have another form of Ohm's law. That is a vector form of Ohm's law. A vector form of Ohm's law എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ഓക്കെ, ഒരു കണ്ടക്ടർ എടുക്കുന്നു. ആ കണ്ടക്ടർ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. ഒരെണ്ണിൽ പോസിറ്റീവ് കൊടുക്കുന്നു ബാറ്ററിയുടെ, അങ്ങനെ ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുക്കുന്നു. കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കൺവെൻഷൻ കറണ്ട് ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഈ കണ്ടക്ടറിൽ എന്ത് എല്ലാം നോക്കുക. നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ടാന്ന് ഓർക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ inside a uniform electric field there is a relation connecting V and E. Here the electric field is uniform and relation connecting V and E. Then we have equation V is equal to E dot D or ED. Here D is equal to here L. Then V is equal to here EL. Okay. And also we have V is equal to IR. And we have V is equal to IR. This is equation 1 and this is equation 2. So the field is uniform. Relation connecting V and E. V is equal to EL. By applying Ohm's law, V is equal to IR. Combining these two equations, we have EL is equal to IR. EL is equal to IR. Then we have R is equal to rho L by A. R is equal to rho L by A. Okay. Then this equation becomes EL is equal to I into rho L by A. Okay. This L and L are cancel out. This L and this L are cancel out. Then E is equal to I rho by A. Then we have a doubt. We have a question. E is a vector quantity. I is a scalar quantity. Rho is a scalar quantity. Area is a scalar quantity. So, E vector quantity ആകണം. Then this equation is rewritten as E is equal to I by A into rho. Term. Here we introduce a physical term I by A.
I/A വെക്ടർ ആയാൽ മാത്രമേ ഈ വെക്ടർ ആവുള്ളൂ. അപ്പൊ I/A എന്ന് പറയുന്ന സാധനം വെക്ടർ ആക്കുവാണ്. ആ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റി കൊടുക്കുന്ന ലെറ്റർ J. അപ്പൊ ഒന്നുകൂടി ഞാൻ ഇവിടെ വരെ പറയുന്നൂടെ പറയാം. We have V is equal to VD, here D is equal to L, V is equal to EL. From Ohm's law, V is equal to IR. Combining these two equations, and we have R is equal to rho L by A, then EL is equal to IR, E is equal to I into rho L by A, L to L cancel I, then E is equal to I rho by A, then I by A is called current density. Current density കൊടുക്കുന്ന ലെറ്റർ ആണ് J. J is equal to I by A. I by A is equal to I by A. It is a vector quantity. ഞാൻ പറയാം. E is equal to I by A into rho, and this equation equal to I by A നമ്മൾ J കൊടുത്തു, J into rho. Okay, but J is called current density. Then ഈ വെക്ടർ ആകണമെങ്കിൽ റോ വെക്ടർ അല്ല, അപ്പൊ ആര് വെക്ടർ ആകണം? J വെക്ടർ ആകണം. അപ്പൊ ഈ സീക്വൽ J റോ എന്ന് ഞാൻ എഴുതിയപ്പോൾ അത് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രം ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. വെക്ടർ ഫോമിലോട്ട് ആക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെയും മുകളിൽ വെക്ടർ സൈൻ കൊടുക്കുന്നു. then equation E is equal to എന്തെഴുതുന്നു? വെക്ടർ E is equal to വെക്ടർ J into റോ എന്ന് കൊടുക്കുന്നു. വെക്ടർ E is equal to വെക്ടർ J into റോ എന്ന് കൊടുക്കുന്നു. then ഈ ഇക്വേഷനില് I is equal to V by R എന്ന് കൊടുത്തു. I is equal to V by R നമ്മൾ കൊടുത്തിട്ടുണ്ട്. E is equal to J റോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓംസ് ലോയുടെ അനദർ ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. അനദർ ഫോം. then we have E is equal to J റോ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ്. ഈ ഐയുടെ സ്ഥാനത്ത് J വരണം, ഇവിടുത്തെ E ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതും. നോക്കുക J is equal to E by rho എന്ന് കൊടുക്കുന്നു. Okay, then we have I is equal to V by R, then I is equal to 1 by R into V. 1 by R into V is G V എന്ന് കൊടുക്കുന്നു, where G is equal to 1 by R, that is called conductance. Conductance. The reciprocal of the resistance is called conductance. Resistance കൂടുതലാണെങ്കിൽ കണ്ടക്ടൻസ് കുറവായിരിക്കും, കറണ്ട് പാസ് ചെയ്യുന്ന ഭാഗം കുറവായിരിക്കും. ഡിനോമിനേറ്ററിലാണ് R വരുന്നത്. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കണ്ടക്ടൻസ് കൂടുതലായിരിക്കും, ഈസി ആയിട്ട് കറണ്ട് പാസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. സിമിലർലി here there is a term J is equal to E by rho, that is 1 by rho into E. 1 by rho into E. Then here is the resistivity, then 1 by rho is called conductivity. Conductivity is written as sigma. Sigma is equal to 1 by rho, that is called conductivity. Then J is equal to vector J is equal to 1 by rho is equal to sigma into E. Then this equation is called Ohm's law or vector form or another form of Ohm's law. ഈ ഇക്വേഷൻ നോക്കുക, I is equal to V by R. I is equal to V by R. ഇവിടെ ഐക്ക് പകരം J. J is equal to E by Vക്ക് പകരം E. ആറിന് പകരം റെസിസ്റ്റൻസിന് പകരം ഇവിടെ റെസിസ്റ്റിവിറ്റി. J is equal to E by rho. ഇവിടെ I is equal to V by R. ആ 1 by Rന് കണ്ടക്ടൻസിന്റെ G കൊടുക്കും. I is equal to GV. Here 1 by rhoയ്ക്ക് കണ്ടക്ടിവിറ്റിയുടെ സിഗ്മ കൊടുത്തു. Then J is equal to sigma into E. I is equal to V by R or I is equal to GV or I ക്ക് പകരം J, current density is equal to conductivity into electric field. ഇവിടെ I, current, that is equal to conductance into potential difference or voltage. Okay, that is a relation between these two equations. Then this equation is called another form of Ohm's law or vector form of Ohm's law. Okay, Ohm's lawയുടെ രണ്ട് ഫോമും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കണ്ടക്ടൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റൻസ് ആണ്.
കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റിവിറ്റി ആണ്. ഓംസ് ലോ I ഈസ് ഈക്വൽ V ബൈ R ആണ്. അതിന്റെ മറ്റൊരു ഫോമാണ് J ഈസ് ഈക്വൽ ടു 1 ബൈ റോ ഇൻറ്റു E. അതിനെ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. J ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E എന്നാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായത് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ J കറണ്ട് ഡെൻസിറ്റിയെ കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് കുറച്ചും കൂടെ ഒന്ന് വിശദീകരിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണ് വെക്ടർ ആകുന്നത് എന്നാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കുക, കറണ്ട് ഡെൻസിറ്റി നേരത്തെ ഞാൻ പറഞ്ഞു J ഈസ് ഈക്വൽ ടു I ബൈ A എന്ന് പറഞ്ഞു. J ഈസ് ഈക്വൽ I ബൈ A എന്ന് ഈക്വൽ ടു വെക്ടർ ഈസ് ഈക്വൽ ടു വെക്ടർ J ഇൻറ്റു റോ. വെക്ടർ J ഇൻറ്റു റോ ഞാൻ നേരത്തെ പഠിപ്പിച്ചാണ്. വെക്ടർ ഈസ് ഈക്വൽ ടു J ഇൻറ്റു റോ. ഈ Jയുടെ വെക്ടർ ആകുമ്പോൾ Jയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കുന്നു, ഒരു കണ്ടക്ടർ ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കുന്നു. ഈ ഭാഗം നമ്മൾ നോക്കുന്നു, ഇവിടെ പോസിറ്റീവ് എടുക്കുന്നു, നെഗറ്റീവ് എടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് എടുക്കുന്നു. ഈ ഒരു പോയിന്റ് ചെറിയ യൂണിറ്റ് ഏരിയ എടുക്കുന്നു, അത്രമാത്രം ചെറിയ എടുക്കുന്നു. അവിടെയുള്ള ഈ നോക്കുന്നു, ആ ഇയുടെ ഡയറക്ഷനോട്ട് നമ്മൾ യൂണിറ്റ് വെക്ടർ അസൈൻ ചെയ്യുന്നു. യൂണിറ്റ് വെക്ടർ വെക്കുന്നു. ഇപ്പൊ X ആക്സിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ അയക്കാം, Y ആക്സിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ ജയിക്കാം, Z ആക്സിലോട്ടിന് കേൾക്കാം. അതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു യൂണിറ്റ് വെക്ടർ അസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാപ്പ് എടുക്കാം. ഈ ക്യാപ്പ് ഇസ് ദ യൂണിറ്റ് വെക്ടർ along the direction of E. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു യൂണിറ്റ് വെക്ടർ അസൈൻ ചെയ്തു. ഞാൻ ഈ ക്യാപ്പിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വെക്ടർ J എന്ന് പറഞ്ഞാല് വെക്ടർ Jയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ Jയും അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് എങ്ങോട്ടായിരിക്കും? ഈ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും. വെക്ടർ J ആയത് ഇവിടെ ഈ ക്യാപ്പ് ഉള്ളതാണ്. വെക്ടർ Jയുടെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈയുടെ ഡയറക്ഷൻ കാണും. ഈയുടെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഈ ക്യാപ്പ് കാണിച്ചു, യൂണിറ്റ് വെക്ടർ കാണിച്ചു. ഇനി J കാണിക്കുന്നത് അതിന് മാഗ്നിറ്റ്യൂഡ് എത്രയും 10 ആണോ 2 ആണോ 3 ആണോ ഹാഫ് ആണോ നമുക്ക് അറിഞ്ഞില്ല. ആ മാഗ്നിറ്റ്യൂഡാണ് J എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വെക്ടർ J ഈസ് ഈക്വൽ ടു J ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഓക്കെ, then we have a vector divided by its magnitude is called unit vector. A vector divided by its magnitude is called unit vector. Then E cap is equal to a vector E divided by its magnitude modulus of vector E and E കൊടുത്തു. A unit vector is equal to a vector divided by its magnitude. Then J into E capല് ന്റെ വാല്യൂ നമുക്ക് എന്തെഴുതാം? J into vector E divided by E. Okay, E cap is equal to vector E divided by its magnitude. Then J into E cap is equal to J into vector E divided by E. എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഡെൻസിറ്റി is the current per unit area provided the area held perpendicular to the direction of the electric field. ഓക്കെ, ചെറിയൊരു ഏരിയയിലെ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് പറയുന്നത്. കറണ്ട് ഡയറക്ഷൻ ഇല്ല, കറണ്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ചെറിയൊരു ഏരിയയിൽ നമ്മൾ ഏരിയ വെക്ടർ വരയ്ക്കുകയാണ്. എങ്ങോട്ടേക്ക് ഏരിയ വെക്ടർ വരയ്ക്കുന്നു? ഈയുടെ ഡയറക്ഷനോട് ഏരിയ വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിലെ കറണ്ടിന്റെ ഡയറക്ഷൻ, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം ഡയറക്ഷൻ എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ്. ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി ആണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വെക്ടർ ഇ എന്ന് പറഞ്ഞ സാധനം വെക്ടർ ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് I ബൈ എയും അല്ലെങ്കിൽ ജെയും എന്താകണം? വെക്ടർ ആകണം. ഓക്കെ, അപ്പൊ വളരെ ചെറിയൊരു പോയിന്റിലെ കേസാണ്, ചെറിയൊരു ഏരിയയിലെ കേസാണ് പറയാം. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതാണ് എങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്ക് പല സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ജനറലായിട്ട് ഇങ്ങനെ എഴുതിയത് വെക്ടർ ഈസ് ഈക്വൽ ടു വെക്ടർ J ഇൻറ്റു റോ. അങ്ങനെയാണ് വെക്ടർ J എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട്? ഈയുടെ ഡയറക്ഷൻ. ഇനി നമ്മള് ഇതിന്റെ യൂണിറ്റ് ഒന്നും പറയാനില്ല, യൂണിറ്റ് ആണ് പറയാൻ പോകുന്നത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണ്, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്, ഈ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്? ഓം നമുക്ക് അറിയാം, നെയിം ഓഫ് ദ സയന്റിസ്റ്റ്. സയന്റിസ്റ്റ് ഓം എന്ന് പറയുന്ന GS ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റ് പേരിന് ബഹുമാനാർത്ഥം ഓം എന്ന് പറഞ്ഞ ലെറ്റർ ഇതിന്റെ യൂണിറ്റ് കൊടുക്കും. വി ഹാവ് V is equal to IR, R is equal to V by I. Resistance is the ratio of voltage per current.
Resistance is the ratio of voltage per current. V is equal to 1 volt and I is equal to 1 ampere, and that is volt per ampere. 1 volt per ampere, that is equal to 1 ohm. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. 1 ആംപിയർ കറണ്ട് ആണ് കണ്ടക്ടേഴ്സിൽ കൂടി പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ഓം ആയിരിക്കും. 1 വോൾട്ട് പെർ 1 ആംപിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഓം. ഓക്കെ, then we have an R. Then next, this is the resistance, conductance. Conductance is equal to 1 by R, it is equal to I by V. The unit of R is equal to ohm. Then conductance is the reciprocal of the resistance. The unit of conductance is ohm raised to minus 1. The unit of conductance is ohm raised to minus 1. Okay, like Siemens. Ohm raised to minus 1 or Siemens is the unit of conductance. Next, resistivity rho. The unit from we have R is equal to rho L by A. Then rho is equal to R A by L. RA by L. Then ohm meter square divided by meter. Then ohm meter is the unit of resistivity. Ohm meter is instrument one. So ohm meter ശേഷം ohm ഇടുക, കുറച്ച് സ്പേസ് വിട്ടിട്ട് മീറ്റർ. Ohm meter is the unit of resistivity. Resistivity is the reciprocal of conductivity. Then conductivity is equal to 1 by rho. Conductivity is equal to sigma, that is equal to 1 by rho, and its unit is equal to ohm raised to minus 1 or meter raised to minus 1. Ohm raised to minus 1 or meter raised to minus 1 per Siemens meter raised to minus 1. That is the unit of conductivity. Okay. So unit of resistance ohm എന്ന് പറഞ്ഞു. 1 ohm is equal to 1 volt per 1 ampere എന്ന് പറഞ്ഞു. Conductance ohm raised to minus 1 ആണ്. Resistivity ohm meter ആണ്. Conductivity ohm raised to minus 1 meter raised to minus 1. Okay. ഇനി ഒരു റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ അത് ഒരു റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയൽ നമുക്ക് കൊണ്ടു നോക്കും. എല്ലാ മെറ്റീരിയൽസിലും റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റർ. എനി മെറ്റീരിയൽ വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ആർ കോൾഡ് റെസിസ്റ്റർ. എല്ലാ മെറ്റീരിയലും അതിൻ്റെതായ ഒരു ഓപ്പോസിഷൻ ഉണ്ടാവും. കറണ്ടിന്റെ ഫ്ലോയ്ക്ക് ഒരു ഓപ്പോസിഷൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ആ മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റർ. റെസിസ്റ്റർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. റെസിസ്റ്റർ ഞാൻ പറഞ്ഞു, എനി മെറ്റീരിയൽ വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ആർ കോൾഡ് റെസിസ്റ്റർ. അപ്പോൾ റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനം നമ്മൾ റെപ്രസെന്റേഷൻ ആണ്. ഇപ്പോൾ റെസിസ്റ്റർ നമ്മൾ റെപ്രസെന്റേഷൻ 2 മെത്തേഡ്, ഒന്നിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു രക്താംശ ഉപയോഗിക്കുക, ഇങ്ങനെ മതി റെസിസ്റ്റർ റെപ്രസെന്റേഷൻ നടത്താൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ സിമ്പിളാണ് റെസിസ്റ്റർ റെപ്രസെന്റേഷൻ നടത്താൻ പോകുന്നത്. അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണോ ആറാണെങ്കിൽ ആറാണ്. ഓക്കെ, ഇനി ഇത് വേരിയബിൾ റെസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് മാറ്റാം. 1 ohm ആക്കാം, 2 ohm ആക്കാം, 0.5 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതിൻ്റെ ഇവിടെ 1000 മണിക്കൂർ. ഈ വരച്ച ഫിഗർ പോലെയാണെങ്കിൽ നമ്മൾ ആദ്യം റെസിസ്റ്റർ വരയ്ക്കുന്നു, ഇവിടെ 1000 മണിക്കൂർ. എൻ്റെ അർത്ഥം ഇത് വേരിയബിൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഓംസ് ലോ ഞാൻ പറഞ്ഞു, റെസിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു, റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു, ഓംസ് ലോയുടെ 2 ഫോം നമ്മൾ പഠിച്ചു. ഓംസ് ലോയെ പറ്റി നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും പഠിക്കേണ്ടതുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. ഓക്കെ.